ദില്ലിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം കിടക്കുകയായിരുന്നു 21 ദിവസമായി സോനം വാങ്ചുക് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. നേരിയ സംഘർഷവും സ്ഥലത്ത് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത. സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ജന്തർ മന്ദറിൽ നിന്നാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ വരുന്നത്. നേരിയ തോതിലുള്ള സംഘർഷാവസ്ഥയും സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, എന്തായിരുന്നു നീക്കം? വിവരങ്ങൾ എന്താണ്? മോത്തി, ഇന്ന് രാവിലെയാണ് സോനം വാങ്ചുക്കിനെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 20 ദിവസമായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കഴിഞ്ഞ 20 ദിവസമായി അദ്ദേഹം നിരാഹാര സമരം അനുഷ്ഠിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാകുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർമാരൊക്കെ റിപ്പോർട്ട് നൽകി നമുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിവിധ കക്ഷികൾ, കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ കക്ഷികൾ സോനം വാങ്ചുക്കിനോട് ഈ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യം തള്ളിക്കൊണ്ട് സോനം വാങ്ചുക് തന്റെ നിരാഹാര സമരം തുടരുകയാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ പോലീസ് വളരെ പെട്ടെന്ന് സോനം വാങ്ചുക്കിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഈ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്ന. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി പോലീസ് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അതിനെ തടയാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തുടർന്ന് നേരിയ സംഘർഷമുണ്ടായി. പക്ഷേ വലിയ തോതിലുള്ള പോലീസ് വിന്യാസം ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു. പോലീസിന്റെ പുലർച്ചെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ആക്ഷൻ ആയിരുന്നു ഈ ജന്തർ മന്ദറിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഈ കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ഏത് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ മാറ്റിയെന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല. പക്ഷേ സോനം വാങ്ചുക്കിനെ ഇപ്പോൾ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മോശം ആരോഗ്യസ്ഥിതിയെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ വിശദീകരണം. അദ്ദേഹം കഴിഞ്ഞ 20 ദിവസമായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അദ്ദേഹം ഈ നിരാഹാര സമരം അനുഷ്ഠിച്ചു വരികയായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളും ഇദ്ദേഹത്തിനൊപ്പം ചേർന്നിരുന്നല്ലോ. അവർ നിരാഹാരം നടത്തുന്നുണ്ടോ? മറ്റ് നേതാക്കളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? വലിയ സുരക്ഷാ വിന്യാസമാണ് ഇപ്പോൾ നിലവിൽ ഈ ജന്തർ മന്ദറിന് സമീപത്തുള്ളത്. നമുക്കറിയാം, പുലർച്ചെ ഇത്തരത്തിലൊരു ആക്ഷൻ നടന്നത് തന്നെ ഈ വലിയ തോതിൽ, അതായത് ജനക്കൂട്ടവും മറ്റും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ സമരം അല്ലെങ്കിൽ ഇത്തരമൊരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസം ഈ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുവാൻ വേണ്ടി കോക്രോച്ച് ജനതാ പാർട്ടി തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ പിന്തുണ കോക്രോച്ച് ജനതാ പാർട്ടി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ മാർച്ച് നടക്കുന്നത് വരെ ഈ നിരാഹാരം. ശബ്ദത്തിൽ വ്യക്തത വരുന്നില്ല. ബി ബാലഗോപാൽ, അല്പസമയത്തിന് ശേഷം ബാലഗോപാലിലേക്ക് വരാം.